ഹലോ ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം കേട്ടോ. സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ, അതായത് ഓട്ടിസം സെൻറ്റർ. നമ്മുടെ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ്ങും തെറാപ്പീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ പാറു ഓട്ടിസ്റ്റിക് അല്ലല്ലോ, പിന്നെ ഞാനിങ്ങനെ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുന്നുണ്ടോ? URCൻ്റെ അണ്ടറിൽ വരുന്ന തെറാപ്പി ഇപ്പോൾ ഇവിടുന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ പാറുവിന് ഫിസിയോയും സ്പീച്ചും ഇവിടുന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. 6 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മളൊരു ഗവൺമെൻറ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ ആണ് ചേർത്തുന്നതെങ്കിൽ അതിൻ്റെ കൺട്രോളിൽ വരുന്ന URCസിൻ്റെയോ BRCസിൻ്റെയോ അണ്ടറിൽ നമുക്ക് തെറാപ്പി കിട്ടി തുടങ്ങും കേട്ടോ. BRC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റേഴ്സ്, അതായത് നമ്മൾ പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിലുള്ള സ്കൂളിലൊക്കെ ആ പരിധി വരുന്നത്. പിന്നെ URC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർബൻ റിസോഴ്സ് സെൻറ്റേഴ്സ്, അവിടെയാണ് ഈ കോർപ്പറേഷൻ അങ്ങനെ ഈ നഗരപ്രദേശങ്ങളിലൊക്കെ വരുന്ന സ്കൂളൊക്കെ വരുന്ന കോർപ്പറേഷൻ ഏരിയയിലോട്ടോ. അപ്പോൾ പാറുവിനെ ഇപ്പോൾ നമ്മൾ ആത്മാ സ്കൂളിലേക്ക് ചേർത്തതിന് ശേഷമാണ് നടക്കാവാണ് URC എന്ന് ഞാൻ അറിഞ്ഞതും സാറ് വഴി ഇവിടെ നമ്മൾ തെറാപ്പിക്ക് വന്ന് തുടങ്ങിയത് കേട്ടോ. കാശൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. സുഗമ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള URCൻ്റെയും BRCൻ്റെയും അണ്ടറിൽ വരുന്ന തെറാപ്പീസാണ് നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുള്ളത്. പാറുവിന് കുറച്ചായിട്ട് വീട്ടിൽ വന്ന് തെറാപ്പി ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും പൗമീനെ ഡേ കെയറിലും ആക്കി. വിഷ്ണുവിനെ ഞാനപ്പം ആരുടെയെങ്കിലുമൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പാറുവിനെയും കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. വന്ന് നോക്കിയതാണ് കേട്ടോ. ഒരു 1.5 മാസമായിട്ടുള്ളൂ ഞാൻ വരാൻ തുടങ്ങിയിട്ട്. സ്പീച്ച് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കിട്ടി തുടങ്ങിയിട്ട്. അപ്പം പാറു ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം കുറച്ച് മടിയൊക്കെ പിടിച്ചു കാണിച്ചു. പുറത്തേക്കൊന്നും ഇപ്പം അധികം വരാറില്ലല്ലോ. പിന്നെ ഒക്കെ ആൾ നോർമലായിട്ടോ. പാറപ്പെണ്ണിനെ നിർത്തിയതാണ് കേട്ടോ. കാലിൽ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുള്ളു പോലത്തുള്ള ഇതിൻ്റെ മേലെയാണ് നിർത്തിയത്. അത് അത്രയ്ക്ക് അങ്ങോട്ട് ആൾക്ക് പിടിക്കുന്നില്ല. ഞാൻ എൻ്റെ കാല് വെച്ച് അമർത്തി പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാലും വലിയ സുഗമമായ ഒരു നൃത്തമൊന്നുമല്ല, നല്ലോണം ബലം പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ കയ്യിലേക്കുള്ള ബലം പിടുത്തമൊക്കെ ആ ഒരു അതിൻ്റെ പ്രതിഫലനമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞേരം ഞങ്ങൾ ബോൾ ബാത്തിൽ വന്നു. ഇതാണ് ബോൾ ബാത്ത്. പാറയിൽ കിടന്ന് ഉരുണ്ട് മറിയാനൊന്നും നോക്കില്ല, കിടത്തിയോടത്ത് കിടക്കും. ഞാൻ ബോളും കൂടി ഇട്ടോ. പാറു അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. കൈയെടുത്ത ബോളൊന്ന് തട്ടാൻ വരെ ഈ പാറുവിന് വയ്യ, മടി പിടിച്ചിരിക്കുകയാണ് ഈ പാറു. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ആർക്കെങ്കിലും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി ഒന്ന് ഷെയറും കൂടി ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക് അടിക്കുന്ന കാര്യം പിന്നെ പറയണ്ടല്ലോ അല്ലേ, എന്തായാലും ചെയ്യില്ലേ. ഇനി കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും മടിക്കണ്ട.